ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. അങ്ങനെ കഴിഞ്ഞ വെള്ളിയാഴ്ച FIs വീണ്ടും സെല്ലേഴ്സ് ആയിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റ് ടെക്നോളജി ഇൻഡെക്സ് ഫോളായി. ഇന്റൽ പോലുള്ള സ്റ്റോക്കുകൾ ശക്തമായിട്ടുള്ളൊരു സെൽ ഓഫ് നടന്നു. US മാർക്കറ്റ് ഡോയും നാസ്ഡാക്കും റെഡിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ഇതാണ് നമ്മളെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഉണ്ടായിരുന്ന അപ്ഡേറ്റ്. FIs നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. കഴിഞ്ഞ ആഴ്ച ഏകദേശം ഒരു 4ഓളം IPOs മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തു. ഒട്ടുമിക്ക IPOസും ഭീകരമായ രീതിയിൽ റിട്ടേൺ നൽകി. ഇന്ന് 3 IPOs ലിസ്റ്റിംഗ് ആണ്. സെനാറോ ഫാർമ, വെഞ്ചർ ഹോസ്പിറ്റാലിറ്റി, കെനാറോ ഇന്ത്യ തുടങ്ങിയ കമ്പനീസ് 3 IPOs ഇന്ന് ലിസ്റ്റഡ് ആണ്. കൂടാതെ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച US മാർക്കറ്റ് എസ്പെഷ്യലി ടെക്നോളജി ഇൻഡെക്സിലുണ്ടായ ആ ഒരു ഫോൾ കാരണം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന മോസ്റ്റ്ലി ഏഷ്യൻ മാർക്കറ്റും റെഡിലാണ് വ്യാപാരം തുടരുന്നത്. 2 ദിവസത്തിന് ശേഷം വീണ്ടും ന്യൂ ഇയർ അവധിയിലേക്ക് ആഗോള മാർക്കറ്റുകളെല്ലാം തന്നെ പോകും. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ ഒരു $1,600 ഇടിഞ്ഞ് 93,000. ബ്രന്റ് ഓയിൽ ഓൾമോസ്റ്റ് സ്റ്റഡിയാണ്, $73 പെർ ബാരൽ. ഗോൾഡ് $2,623 പെർ ഔൺസ് ആണ്. തൊട്ട് താഴെയുള്ള ഏഷ്യൻ മാർക്കറ്റെല്ലാം തന്നെ റെഡാണ്. ഏറ്റവും താഴെ കാണാൻ നാസ്ഡാക്കും ഡോയും. നാസ്ഡാക്ക് ഏകദേശം ഒരു 1.5%, ഡോ ഏകദേശം ഒരു 3/4% ഒരു ഫോള് കണ്ടു. ഇൻഫോസിസും വിപ്രോ പോലെയുള്ള ഇന്ത്യൻ കമ്പനികൾ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല. HDFCയും ICICI ബാങ്കും റെഡിൽ ക്ലോസ് ചെയ്തു. ഡോക്ടർ റെഡ്ഡി JDRൽ 1% ഒരു റാലിയാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ആഴ്ചയിലെ ഈ ഒരു മാസത്തിലെ തന്നെ ഒരു പുതിയൊരു എക്സ്പയറിയിലേക്കാണ് കടന്നു വരുന്നത്. ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് ഒക്കെ ആയിരിക്കും ഈ ഒരു ആഴ്ചേനെ മാർക്കറ്റിൽ ഏറ്റവും എവിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഈവൻറ്റ്. കൂടാതെ തന്നെ PMI ഡേറ്റ, ഇന്ത്യയുടെയും മറ്റുള്ള എല്ലാ രാജ്യങ്ങളുടെയും PMI ഡേറ്റ വരും. GDP ഡേറ്റാസ് എല്ലാം തന്നെ ഉണ്ട്. മറ്റുള്ള ഗ്ലോബൽ ഈവൻറ്റുകളെല്ലാം തന്നെ നമുക്ക് ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ IOL കെമിക്കൽ കമ്പനി ഇവർ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. 1:5 റേഷ്യോയിലാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നത്. JSW എനർജി കമ്പനി O2 പവർ കൂളിംഗ് കമ്പനിയായിട്ട് ഏകദേശം 12,468 കോടി രൂപയുടെ ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. SGVN കമ്പനി ഇവരുടെ CFO ആയിട്ട് സഞ്ജയ് കുമാർ നിയമിതനായിട്ടുണ്ട് എന്നുള്ള ന്യൂസ്. ഒല ഇലക്ട്രിക് കമ്പനി ഇവരുടെ ടോപ്പ് മാനേജ്മെൻറ്റ് ലെവലിലുള്ള 3 ഹയർ ഒഫീഷ്യൽസ് റിസൈൻ ചെയ്യുകയാണ് എന്നുള്ള ന്യൂസ്. മോർഫൻ ലാബ് കമ്പനി പുതിയ സബ്സിഡറി കമ്പനി ഫോം ചെയ്തു. ക്യാംസ് കമ്പനിയായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഉള്ളത് ഇവരുടെ CTO റിസൈൻ ചെയ്യുകയാണ് എന്നുള്ള ന്യൂസാണ്. അപ്പോൾ കമ്പനികളുടെ എല്ലാം തന്നെ തലപ്പത്തുള്ള ആളുകൾ റിസൈൻ ചെയ്യുന്നത് താരതമ്യേന അത് ഒരു അത്ര പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ടല്ല നിക്ഷേപകർ കണക്കാക്കപ്പെടുന്നത്. KEC ഇൻ്റർനാഷണൽ കമ്പനി ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 9% ഇവരുടെ റവന്യൂ ഗ്രോത്ത് ഉണ്ടാകുമെന്ന് കമ്പനി അഭിപ്രായപ്പെടുന്നുണ്ട്. കൊതാരി പ്രൊഡക്റ്റ് കമ്പനി 1:1 റേഷ്യോയിൽ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ബോണസ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലെ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് കമ്പനി എക്സ്ട്രാ ഷെയറുകൾ കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ്. ഹീറോ മോട്ടോകോർപ്പായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഉള്ളത് US ഫേമസ് ആയിട്ടുള്ള ഈ ഒരു മോട്ടോർ സൈക്കിൾ മാനുഫാക്ചർ ആയിട്ടുള്ള ഹാർലി ഡേവിഡ്സനും ഹീറോ മോട്ടോകോർപ്പും ഇന്ത്യയിൽ അവർ കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൊളാബറേഷൻ അല്ലെങ്കിൽ ഈ ഒരു പാർട്ണർഷിപ്പ് ഇവർ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് എന്നുള്ള ന്യൂസാണ് ഹീറോ മോട്ടോകോർപ്പിനെ സംബന്ധിച്ചുള്ളത്. സോട്ട ഹെൽത്ത് കെയർ കമ്പനി ഇവരുടെ പുതിയ 2 പ്രൊഡക്റ്റിന് കസാക്കിസ്ഥാനിൽ നിന്നുള്ള ഡ്രഗ് കൺട്രോൾ അതോറിറ്റി അംഗീകാരം കൊടുത്തിട്ടുണ്ട്. എറപ്പൽ ഇൻഡസ്ട്രീസ് കമ്പനി ഇവർക്ക് 97 കോടി രൂപയുടെ ഓർഡർ സ്മാർട്ട് സോളാർ പാനൽസ് എല്ലാം തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓർഡർ ലഭിച്ചു. കോഫോർജ് കമ്പനിയെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് കോഫോർജ് കമ്പനി സിഗ്നിറ്റി കമ്പനി തമ്മിലുള്ള അമാൽഗമേഷൻ കമ്പനി അംഗീകാരം കൊടുത്തിട്ടുണ്ട്. അതായത് ഈ സിഗ്നിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കോഫോർജിൻ്റെ ഷെയറുകൾ ലഭിക്കും. ഈ 2 കമ്പനികളും ലയിച്ചു ഒരു കമ്പനിയായിട്ട് മാറി. ഫോർട്ടിസ് ഹെൽത്ത് കെയർ കമ്പനി ഇവരുടെ ലിയോ പ്യൂരി അഡീഷണൽ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് നിയമിതനായിട്ടുണ്ട്. ലയൻസ് ഇൻഡസ്ട്രീസ് കമ്പനി ഓങ്കോളജി ഹെൽത്ത് കെയർ കമ്പനിയായിട്ടുള്ള കാർക്കിനോസിനെ
375 കോടി രൂപക്ക് ഇവർ അക്യൂർ ചെയ്തു. ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്റ്റ് കമ്പനി 46% ആയിട്ട് ഇവരുടെ തന്നെ പ്രൊമോട്ടേഴ്സ് ഇവരുടെ തന്നെ സ്റ്റോക്കുകൾ ഓപ്പൺ മാർക്കറ്റിലൂടെ ബൈ ചെയ്തു. അത് 53% 46-ൽ നിന്ന് 53% ഉയർത്തി. ഗുജറാത്ത് ഫ്ലൂറോ കെമിക്കൽ കമ്പനി ഇവരുടെ പ്ലാന്റ് ടെമ്പററി ആയിട്ട് ഷട്ട് ഡൗൺ ചെയ്തു, മെയിൻ്റനൻസ് ചെയ്യാനായിട്ട് ടെമ്പററി ആയിട്ട് ഷട്ട് ഡൗൺ ചെയ്തു എന്നുള്ളതാണ് ന്യൂസ്. ഇനി ഈ ഒരാഴ്ചയിലെ ഗ്ലോബൽ ഈവൻറ്റുകൾ നമ്മൾ ഇന്നലെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ടെക്നോളജി ഇൻഡെക്സിൽ US ടെക്നോളജി ഇൻഡെക്സിൽ ഒരു സെൽ ഓഫ് ഉണ്ടായി. അത് കാരണം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് സ്ലൈറ്റ്ലി നെഗറ്റീവായ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. മറ്റുള്ള അപ്ഡേറ്റ് ആയിട്ട് വൈകിട്ട് എത്താം. താങ്ക് യു ഓൾ.